എനിക്കായി കരുതുന്നവൻ, ഭാരങ്ങൾ വഹിക്കുന്നവൻ, എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. എന്നെ കൈവിടാത്തവൻ, യേശു എൻ കൂടെയുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ പരിഹാരമെനിക്കായി കരുതിയിട്ടുണ്ട്. പരീക്ഷ എന്റെ ദൈവം അനുവദിച്ചാൽ കരുതിയിട്ടുണ്ട്. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. എന്തിനെന്ന് ചോദിക്കില്ല ഞാൻ, എന്റെ നന്മയ്ക്കാണെന്ന് അറിയുന്നു ഞാൻ. കർത്താവിന്റെ പരിശുദ്ധ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. കർത്താവ് നമ്മെ എത്രത്തോളം ഈ ആഴ്ച കൊടുത്തിട്ട് ഒന്നാമത്തെ ദിവസം സഹായിച്ചു. നമുക്ക് പാടുവാൻ പാട്ടുകൾ നൽകി, സങ്കീർത്തനം നൽകി, ദൂതുകൾ നൽകി, ആലോചനകൾ നൽകി. നാം കേൾക്കുവാനിടയായി തീർന്നത് കർത്താവിന്റെ സന്നിധിയിലേക്ക് ക്രിസ്തുയേശുവിനെ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്നവർക്ക് ദൈവമക്കളാകുവാൻ അധികാരം ലഭിച്ചവരാണ്. അങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീർന്നവരാണ് ദൈവസഭ. എന്നാൽ ദൈവത്തിന്റെ മക്കൾ എന്നുള്ള സ്ഥാനം കിട്ടിയിട്ടുണ്ടെങ്കിൽ മക്കളെങ്കിലും അവകാശികളുമാകും. നിശ്ചയമായിട്ടും മക്കളായി തീർന്നിട്ടുണ്ടെങ്കിൽ അവർ അവകാശികളുമാകും. എന്നാൽ ആ അവകാശം ലഭിക്കാത്തത് എന്താ? ഈ അവകാശം, ഈ പറയുന്ന വാഗ്ദത്തത്തിന് മുഴുവൻ അവകാശികളാണ് ദൈവസഭയെങ്കിലും അവര് ദിനംപ്രതി അനുഭവിക്കുന്ന കഷ്ടതകളും ഞെരുക്കങ്ങളും അവര് ഓരോ ദിവസവും ആകുല വ്യാകുലങ്ങൾ അതൊക്കെ ഏറ്റവും കൂടുതലാണ്. എന്നാൽ ദൈവത്തിന്റെ വചനം പറയുന്നത് അവകാശി സകലത്തിന് യജമാനെങ്കിലും ദാസനേക്കാൾ ഒട്ടും വിശേഷതയുള്ളവനല്ല. ഇന്ന് ദാസ ജീവിതമാണ് ദൈവസഭയുടേത്. അത് യജമാനന്റെ ജീവിതത്തിലേക്ക് വരും. ആ സമയം വരെയും കാത്തിരിക്കണം. ഏതാണ് യജമാനന്റെ സമയം? ആ യജമാനായി തീരുന്ന സമയം ഏതാണ്? അതാണ് അവന്റെ ജീവിതത്തിൽ ഇന്ന് കാണുന്ന ജഡീക സ്വഭാവങ്ങളെല്ലാം വിട്ട് അവൻ വളർച്ച പ്രാപിക്കുന്ന സമയം. അതിനെക്കുറിച്ച് കൃത്യമായിട്ട് പറഞ്ഞാൽ, ഇപ്പോൾ നമ്മൾ കേട്ടതുപോലെ അവൻ നിങ്ങൾക്കായി കരുതുന്നതാകിയാൽ സകല ചിന്താകുലവും അവന്റെ മേലിട്ട് കൊള്ളുകയും. ഒരു മകന് അവൻ വിഷമിച്ചാൽ യഥാർത്ഥത്തിൽ അവനല്ല വിഷമിക്കുന്നത്, മാതാപിതാക്കളാണ് വിഷമിക്കുന്നത്. ഒരു മകൻ അപ്പനേക്കാൾ സമ്പന്നനാകാം, അപ്പനേക്കാൾ വിദ്യാഭ്യാസമുള്ളവനാകാം, അപ്പനേക്കാൾ ബലവാനാകാം. അപ്പോൾ ഈ കാര്യത്തിലെല്ലാം മാതാപിതാക്കൾ ആഗ്രഹിക്കുന്നത് തങ്ങളെക്കാൾ തങ്ങളുടെ മക്കൾ സമ്പന്നരായി തീരണമെന്ന്. എന്നാൽ ആ നില മക്കൾ പ്രാപിക്കുന്നതിന് മുമ്പേ അവർക്കൊന്നും ഏൽപ്പിച്ചു കൊടുക്കില്ല. കാരണം അത് കൊടുക്കുന്നത് വീട്ടിൽ പണിയെടുക്കുന്ന ദാസനെ വിളിച്ചു കൊടുക്കുന്നത് പോലെയാണ്. ദാസന്റെ കയ്യില് കുടുംബത്തിലെ സ്വത്ത് കിട്ടിയ എന്ത് ചെയ്യും? അവനത് കവർന്നു കൊടുക്കും, കളയും, നശിപ്പിച്ചു കളയും. അത് തന്നെയാണ് ഇന്ന് ദൈവത്തിന്റെ മുൻപാകെ ദൈവത്തിന്റെ ജനത്തിന്റെയും വിഷയം. അവർക്ക് ദൈവത്തിന്റെ ജനത്തിന് ദൈവം ഇപ്പോൾ അനുഗ്രഹം കൊടുക്കുന്നുവെങ്കിൽ അവർക്ക് ഭൗതികമായിട്ട് അവര് അവകാശപ്പെട്ട ഈ സകല അനുഗ്രഹങ്ങളും അവർക്ക് കൊടുക്കുന്നുവെങ്കിൽ അത് നഷ്ടപ്പെട്ടു പോകുന്നത് വേറെ വഴിക്കായിരിക്കും.
അവർക്കത് പ്രയോജനപ്പെടില്ല. പ്രയോജനപ്പെടുന്നത് ദാസനായിരിക്കും. ദാസൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ലോകത്തിനായിരിക്കും. അതുകൊണ്ട് കർത്താവിന്റെ വചനത്തിൽ നമ്മൾ പഠിക്കുന്നത്, ഒരു മുന്തിരിവള്ളി നട്ടതിന് ശേഷം ആ മുന്തിരിവള്ളിക്ക് കൃഷിക്കാരൻ ചെയ്യുന്ന ഏറ്റവും വലിയ ഒരു പ്രവൃത്തിയാണ് അതിനെ മഞ്ഞും മഴയും വെള്ളവും വളവും കൊടുക്കുന്നതിന് മുമ്പ് ചെയ്യുന്ന പ്രവൃത്തിയാണ് തടമെടുപ്പ്. കാരണം അതിന് കൊടുക്കുന്നത് പുറത്തേക്ക് പോകാൻ പാടില്ല. അതിന് കൊടുക്കുന്നത് അതിന് തന്നെ കിട്ടണം. ഇതുപോലെയാണ് ഒരു ദൈവത്തിന്റെ പൈതല്. അവന് ദൈവം കൊടുക്കുന്നത് അത് അവന് തന്നെ ലഭിക്കണം. എന്നാൽ ഒരിക്കലും ജഡീകന്മാർക്ക് എത്ര അനുഗ്രഹം ലഭിച്ചാലും ആ അനുഗ്രഹം അവരെ പ്രാണൻ അനുഭവിക്കാൻ പറ്റില്ല. അത് അവരെ ജഡീക പ്രവർത്തികൾ, ജഡം എന്ന് പറയുന്നത് ഈ ലോകത്തിന് കീഴ്പ്പെട്ടിരിക്കുന്നതാണ്. യഥാർത്ഥത്തിൽ അനുഭവിക്കുന്നത് ഈ ലോകമായിരിക്കും എന്നർത്ഥം. എന്നാൽ പൂർണ്ണമായിട്ടും കർത്താവ് ഒരു ദിവസം ബോധ്യപ്പെടും, ഇവൻ വളർച്ച പ്രാപിച്ചിട്ടുണ്ട്, ഇവൻ ഇപ്പോൾ ഒരു നന്മ ചെയ്താൽ ആ നന്മ അവന്റെ പ്രാണൻ തന്നെ അനുഭവിക്കും, ദൈവസഭ തന്നെ അനുഭവിക്കും, അവൻ മുഖാന്തരം അനേകർ ആ നന്മ അനുഭവിക്കും എന്നുണ്ടെങ്കിൽ ദൈവം അപ്പോൾ തുറക്കും, വാതിൽ തുറക്കും. അതില്ലാത്തടത്തോളം കാലം, അത് വരാത്തിടത്തോളം കാലം അവർക്ക് ദൈവം ഇതൊന്നും ഏൽപ്പിച്ചു കൊടുക്കില്ല. അവർ ദാസന്മാരുടെ അവസ്ഥയിൽ കഴിച്ചു കൂടുകയാണ്. അതുകൊണ്ട് ഇന്ന് കർത്താവിന്റെ വചനം നമ്മെ കേൾപ്പിക്കാൻ ഇടയായി തീർന്നത്, അവകാശികളാണ് നാം എല്ലാവരും. നാം ഇങ്ങനെയൊന്നും ജീവിക്കേണ്ടവരല്ല. നമ്മുടെ അപ്പൻ എന്ന് പറയുന്നത് കണക്കില്ലാത്ത സ്വത്തിന്റെ അവകാശിയാണ്. അത് ഭൗതികമായാലും ഭൂമിയും അതിന്റെ പൂർണ്ണതയും ദൈവത്തിനുള്ളതാണ്. സ്വർഗത്തിലെ സകല അനുഗ്രഹങ്ങളും നമ്മുടെ പിതാവിനുള്ളതാണ്. നമ്മുടെ പിതാവിന്റെ കൈകവശമില്ലാത്തതായി ഒന്നുമില്ല. പക്ഷെ നമുക്ക് അത് അന്യമായിരിക്കുന്നുവെങ്കിൽ അത് മറ്റൊന്നുമല്ല, നമ്മളിപ്പോഴും ദാസന്മാരെന്നുള്ള നിലയ്ക്ക് നിന്ന് നമ്മുടെ ആത്മീക വളർച്ച ദൈവഹിത പ്രകാരം വരുന്നില്ല എന്നതാണ് സാരം. അതുകൊണ്ട് ഈ നാളുകളിൽ കർത്താവിന്റെ വചനം പറയുന്നത്, ഇത്രയും വലിയൊരു സമ്പന്നന്റെ മകൻ അവൻ ഭിക്ഷയയച്ച് നടന്നാൽ അത് അവനേക്കാൾ കൂടുതൽ അപ്പനാണ് മോശം. അതുകൊണ്ടാണ് വചനം പറയുന്നത്, അവൻ നിങ്ങൾക്കായി കരുതുവല്ലേ, നിന്റെ ചിന്താകുലം അവന്റെ മേൽ ഇട്ടു കൊടുക്കാം. ഇന്ന് നിനക്ക് വന്നിരിക്കുന്ന സകല വേദനകളും ആക്ഷേപങ്ങളും സകല നിന്ദകളും കഷ്ടങ്ങളും എല്ലാം നീ അനുഭവിക്കുന്നതിനേക്കാൾ അനുഭവിക്കുന്ന ഒരുവനാണ് നിന്റെ പിതാവായ ദൈവം. അവൻ അത് തക്ക സമയത്ത് പ്രവർത്തിക്കുന്ന ഒരു സമയം വരും. ഒരൊറ്റ കാര്യം മാത്രം, ദൈവമേ, കർത്താവിസ്തോത്രം, ഈ വളർച്ച പൂർത്തിയായി പിതാവ് നിശ്ചയിച്ച അവധിയോളം ഞാൻ വിശ്വസ്തനായി നിന്ന് ദൈവം എനിക്ക് നൽകുന്ന ആ സന്ദർഭം, ആ നന്മയുടെ ദിവസം, അത് പ്രാപിപ്പാൻ തക്കവണ്ണം എനിക്ക് വളർച്ചയും പ്രാഗൽഭ്യവും നൽകണമെന്നുള്ള പ്രാർത്ഥനയോടെ ഞാൻ കർത്താവിന്റെ സന്നിധിയിലായിരുന്നാൽ മാത്രം മതി. ദാവീദിനെ അഭിഷേകം ചെയ്ത് രാജാസന്നിധിയിലേക്ക് വരുന്നതിന് മുമ്പ് നടന്ന വഴികൾ നമ്മൾ ഓർക്കണം. ഏതെല്ലാം വഴികളിൽ കൂടി, എന്തെല്ലാം ആക്ഷേപങ്ങളിൽ കൂടി, എന്തെല്ലാം കഷ്ടങ്ങളിൽ കൂടി. അവസാനം ദാവീദ് പറഞ്ഞു, ഒരു ദിവസം ഞാൻ ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ. ഞാനും മരണത്തിനും തമ്മിൽ ഒരടി മാത്രം അകലമേ ഉള്ളൂ. ഈ ലോകത്തിൽ എനിക്ക് സ്ഥാനമില്ല. ഒടുവിൽ ആ കർത്താവിന്റെ ദാസൻ, യഹോവയുടെ അഭിഷിക്തൻ, ദൈവം അവനെ വിളിക്കുന്നതിന് മുമ്പുള്ള ചരിത്രം അറിയാവോ? ദൈവം ദാവീദിനെ വിളിക്കുന്നതിന് മുമ്പ് ഇസ്രായേലിലെ പ്രവാചകന്മാരെ പ്രവചിക്കുമായിരുന്നു. ദൈവം ഒരുവനെ തൊട്ടിട്ടുണ്ട്, ദൈവം ഒരുവനെ കണ്ടിട്ടുണ്ട്, അവനെ ദൈവം ആടുകളെ മേയ്ക്കുന്ന വേലയിൽ നിന്ന് കൊണ്ടുവരാൻ പോവുകയാണ്. അവന് വന്നിട്ടില്ല. 89 സങ്കീർത്തനം വായിക്കണം. അവൻ ദൈവത്തിന്റെ ഇഷ്ടമൊക്കെ നിവർത്തിക്കുന്നവനാണ്.
അങ്ങനെ ദൈവം മുൻകൂട്ടി കണ്ട് വിളിച്ച് വേർതിരിച്ച് കൊണ്ടുവന്നവനാണ് ദാവീദ്. ആ മനുഷ്യൻ അവസാനം എന്തെന്നറിയാമോ? ഉപദ്രവം സഹിക്കാൻ വയ്യാത്തവണ്ണം ഇനി ഞാൻ ഇവിടെ നിന്നിട്ട് കാര്യമില്ല, ഇസ്രായേലിൽ ഇനി നിന്നിട്ട് കാര്യമില്ല. കാരണം രാജാവെതിര്, ഭൃത്യന്മാരെതിര്, ദേശം മുഴുവനും രാജ്യം മുഴുവനും എതിര് ഒരു മനുഷ്യൻ പോലും തനിക്കില്ല. തന്റെ കൂടെ കുറെ കടമുള്ളവരും ഞെരുക്കമുള്ളവരും ഇങ്ങനെ കുറച്ച് പേര് മാത്രമേ ഉള്ളൂ. ഇനി എനിക്കിവിടെ നിലനിൽപ്പില്ല എന്ന് പറഞ്ഞ് ഉള്ളവരെയെല്ലാം വിളിച്ചു കൂട്ടിയതിനു ശേഷം നമുക്ക് പോവാം, ഇനി നമ്മൾ ഇവിടെ നിൽക്കണ്ട, പോവുകയാണ്. എങ്ങോട്ടാ പോയെന്നറിയാമോ? ലാഖീശിലേക്ക്. അവിടെ നിന്ന് ഫെലിസ്തീന്റെ കമ്പനി കൂട്ടുകെട്ടിലേക്കാ പോയത്. അവിടെ ചെന്ന് ഫെലിസ്തീനെ ആ ജാതികളുടെ ഭൃത്യനായിട്ട് ജീവിച്ചു സ്വന്തം രാജ്യത്ത് നിന്ന്. ഓർക്കണം, ഒരു ദൈവത്തിന്റെ പൈതൽ അനുഭവിച്ചതാണ്. വിളിക്കുന്നതിന് മുമ്പ് പറഞ്ഞല്ലോ, 89 സങ്കീർത്തനം വായിക്കണം. ഞാൻ ഒരുവനെ കണ്ടെത്തി, വീരന്മാരിൽ ഒരുവനെ ഞാൻ കണ്ടെത്തി. ആ വാക്ക് വായിക്കണം. എന്നെല്ലാം പറഞ്ഞ് വിളിച്ച ആളാണ്. പോയി അവസാനം രാജാവ് പറഞ്ഞു, ഇന്ന് നമ്മൾ യുദ്ധത്തിന് പോകാൻ പോവാണ്. ഇന്ന് യുദ്ധത്തിന് പോകുമ്പോ നീയും യുദ്ധത്തിന് പോരണമെന്ന് ഓർത്തു കൊള്ളുക. ജാതീയ രാജാവ് ദാവീദിനോട് പറയുക, എങ്ങോട്ടാ പോകുന്നതെന്നറിയോ? എങ്ങോട്ടാ പോകുന്നത്? അതൊരു ഭയങ്കരമാണ്. ഇസ്രായേലിന്റെ കീഴിലുള്ള സ്വാധീനത്തിലുള്ള ദേശത്തേക്കാ യുദ്ധം ചെയ്യാൻ പോകുന്നു. ആര്? ദാവീദ്. ഒരിക്കൽ ഇന്ന് അവൻ പോയി അഭയം പ്രാപിച്ചേക്കുന്ന ആ കൂട്ടുകെട്ടിലുള്ള ഗോലിയാത്തിനെ തന്റെ ജനത്തോടൊപ്പം നിന്ന് അഭിഷേകത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുത്തി കൊന്നതാണ്. ജനമെല്ലാം ആർത്ത് വിളിച്ചതാണ്. ആർത്ത് വിളിച്ച ജനമെല്ലാം ഇന്ന് എതിരാ. മറുവശത്താ ശത്രുപക്ഷത്താ. വേദനയുണ്ട്. ഇതിനാണോ എന്നെ വിളിച്ചത്? ഇതിനാണോ എന്നെ ഈ വഴിക്ക് കൊണ്ടുവന്നത്? ഒടുവിൽ രാജാവ് പറഞ്ഞു, നമ്മൾ യുദ്ധത്തിന് പോവുക. കാരണം മടിക്കരുതെന്ന് പറഞ്ഞ് ഒന്ന് ഓർപ്പിച്ചതാ. പോകുന്നത് യഹൂദിയയുടെ വശങ്ങളിലേക്കുള്ള സ്ഥലങ്ങളിലേക്കാ. ദാവീദ് പറഞ്ഞു, ഞാൻ ഇന്ന് എന്ത് ചെയ്യുമെന്ന് നീ കണ്ടറിയും. കാരണം തനിക്ക് അഭയം തന്ന് തന്നെ ദാസനാക്കി തനിക്ക് സംരക്ഷണം തന്ന് അവന് വേണ്ടി ജീവനെ കൊടുക്കാൻ പോവാ. ആർക്കെതിരെയെന്നറിയോ? ആ ചരിത്രം ഒന്ന് പഠിക്കണം. അങ്ങനെ വന്നപ്പോ ഞാൻ ഇന്ന് എന്ത് ചെയ്യുമെന്ന് നീ കണ്ടറിയും എന്ന് രാജാവിനോട് പറഞ്ഞപ്പോ രാജാവ് പറഞ്ഞു, ആ ജാതീയ രാജാവ് പറഞ്ഞു, അതുകൊണ്ട് ഇന്നു മുതൽ നിന്നെ ഞാൻ മേൽക്കാവലാക്കും. എന്റെ ബോഡി ഗാർഡ്, എന്റെ ഏറ്റവും അടുത്ത് എന്നെ സംരക്ഷിക്കുന്ന ഒരു ചുമതലയിലേക്ക് നിന്നെ കൊണ്ടുവരും. അങ്ങനെ പുറപ്പെട്ടു നിന്നപ്പോഴാണ് ദൈവത്തിന്റെ കരം വരുന്നത്. ഫെലിസ്ത്യര് കുറെ പേര് യുദ്ധത്തിനായിട്ട് ഒരുങ്ങി. നോക്കിയപ്പോഴത്തേക്കും ആഖീശ് രാജാവിനോട് ചോദിച്ചു, ഇവൻ ആരാത്? അയ്യോ, ഇവൻ ദാവീദല്ലേ, ഇസ്രായേലിലെ. ഇവനെന്തിനാ ഇവിടെ വന്നേ? ഇവൻ മാത്രമല്ല, ഇവര് കുറെ പ്രായരുണ്ടല്ലോ. അത് അവരുടെ അഭയം പ്രാപിച്ചു വന്നതാ. എന്റെ അടുക്കൽ വന്നതിന് ശേഷം ഇന്നുവരെയും ഒരു അവിശ്വസ്തത അവന് കണ്ടിട്ടില്ല. വിശ്വസ്തരായിട്ട് ഫെലിസ്ത്യർക്ക് അത് ഇഷ്ടപ്പെട്ടില്ല. കാരണം ആ ദിവസം അവരെ ഓർക്കണമെന്നുണ്ടേ. ഗോലിയാത്തിനെ വീഴിച്ച് അവന്റെ പുറത്ത് കയറി നിന്ന് അവന്റെ തല അറുത്തത് ഓർക്കണമെന്നുണ്ട്. അങ്ങനെ ഇസ്രായേൽ ജനം ഫെലിസ്ത്യരെ കൊള്ളയിട്ടതും നശിപ്പിച്ചതും എല്ലാം അവർ ഓർക്കുന്നുണ്ട്. അവർ പറഞ്ഞ്, ഇവൻ നമ്മുടെ കൂടെ പോരണ്ട, ഇവൻ നമ്മുടെ കൂടെ കൂടി യുദ്ധം ചെയ്യണ്ട, വേഗം വിട്ടോളാൻ പറഞ്ഞു. ദൈവത്തിന്റെ കരമായിരുന്നു. ജീവിതത്തിൽ ആ യുദ്ധം നടന്നെങ്കിൽ ആ ചരിത്രം ഒന്ന് വായിക്കണം. ആ യുദ്ധം ദാവീദ് ഫെലിസ്ത്യരുടെ പക്ഷം ചേർന്ന് നടത്തിയിരുന്നെങ്കിൽ എന്തായിരിക്കും? വലിയൊരു സംഭവം തന്നെയാണ്. അങ്ങനെ
രാജാവ് വിളിച്ചു പറഞ്ഞു, ദാവീദേ, നീ വിശ്വസ്തനാണ്, എനിക്ക് നിന്നെ ബോധിച്ചവനാണ്, യാതൊരു തെറ്റും നിന്നിൽ ഞാൻ കണ്ടിട്ടില്ല, ഇന്നും നിന്നെ ഞാൻ ഒരു തെറ്റായിട്ട് പറയുന്നുമില്ല. പക്ഷെ ഫെലിസ്ത്യ പ്രമുഖന്മാർക്ക് നിന്നെ ഇഷ്ടമല്ല, അതുകൊണ്ട് ദയവ് ചെയ്ത് നീ മടങ്ങിപ്പോകണം. ദാവീദ് ചോദിച്ച്, രാജാവ് എന്നിൽ എന്ത് കുറ്റം കണ്ടിട്ടാ എന്നെ ഇന്ന് തള്ളിക്കളയുന്നേ? ഒരു കുറ്റവും കണ്ടിട്ടല്ല, ഒരു ദൈവദൂതനെ പോലെ നീ എനിക്ക് ബോധിച്ചിരിക്കുന്നു. പക്ഷെ ഇവര് സമ്മതിക്കില്ല. അങ്ങനെ ദുഃഖത്തോടു കൂടി ആ കൂട്ടുകാരെ വിളിച്ചുകൊണ്ട് അവിടെ നിന്ന് തിരിച്ച് ഇസ്രായേലിന്റെ വശത്തേക്ക് പോവുക. നേരെ ഇസ്രായേലിൽ വരാവോ? പാടില്ല, പാടില്ല. ഫെലിസ്ത്യദേശത്ത് നിൽക്കാവോ? പറ്റില്ല. അഭയം പ്രാപിച്ച രാജ്യത്ത് നിൽക്കാവോ? അതും പറ്റില്ല. ഇത് എന്ത് ചെയ്യും? എന്ത് ചെയ്യും? നമ്മൾ പറഞ്ഞു വരുന്നത് ഇസ്രായേലിന്റെ നായകനായിട്ടുള്ള സ്ഥാനം അതിലേക്ക് കർത്താവ് കൊണ്ടുവരാൻ പോവുക. അതിനു മുമ്പ് ആ സ്ഥാനത്തിരിക്കാനുള്ള വളർച്ചയാണ്. ആ ബാല്യകാലം വിട്ട് ദാസൻ എന്നുള്ള സ്ഥിതി വിട്ടതിന് ശേഷം ഇതാ ദൈവത്തിന്റെ ഹൃദയപ്രകാരമുള്ള മനുഷ്യനായി ദൈവം കൊണ്ടുവരാൻ പോവുക. അതിന് മുന്നോടിയായിട്ടുള്ള കാര്യങ്ങളാ ഇതൊക്കെ. പിന്നീട് നടന്നതൊക്കെ നമുക്കറിയാം. അവസാനം അവന്റെ വാഗുകൊണ്ട് പറഞ്ഞു, ഓവേ, നീ ഇത്രത്തോളം കൊണ്ടുവരുവാൻ ഞാൻ എന്തുള്ളൂ? എന്റെ ഭവനം എന്തുള്ളൂ? എന്തിന്? ഞാൻ എന്ത് ചെയ്യും? ഏത് നിലയിലായിരുന്നു? ഇന്ന് ഏത് നിലയിലാണ്? അവൻ ദാസനല്ല. ഇന്ന് അവൻ അവകാശിയാണ്. ആരുടെ അവകാശം എന്നറിയോ? അവന്റെ മകനായിട്ട് അവന്റെ ഭവനത്തില് മശിഹ പിറക്കാനുള്ള വളർച്ച അവൻ വളർന്നു കഴിഞ്ഞു. ദൈവം നോക്കുന്ന വളർച്ച എവിടെ? മനുഷ്യൻ നോക്കുന്ന വളർച്ച എവിടെ? കർത്താവിന് സ്തോത്രം. ഇന്ന് പരാതി പറയുന്നു, ഒരു ദിവസം ശൗലിന്റെ കയ്യാൽ മരിക്കുകയുള്ളൂ എന്ന് പറഞ്ഞവൻ ഇത്രത്തോളം എന്നെ കൊണ്ടുവരുവാൻ ഞാൻ ആരെന്ന് ചോദിച്ചതുപോലെ ഇന്ന് ദൈവത്തിന്റെ ജനം ഇതാ തക്ക സമയത്ത് ഉയർത്താൻ സകല ചിന്താവുകളും അവന്റെ മേൽ ഇട്ടുകൊണ്ട് അവന്റെ ബലമുള്ള കരുത്തും കീഴ് താണിരുന്ന് എവിടെ എത്തുമെന്ന് അടങ്ങിയിരുന്ന് മിണ്ടാതിരുന്ന് ഞാൻ ദൈവമെന്ന് അറിഞ്ഞുകൊള്ളുവീൻ എന്ന് വചനത്തിലുള്ളതുപോലെ നമുക്ക് ദൈവത്തിന്റെ ബലമുള്ള കരുത്തും കീഴ് താണിരിക്കാം. നാം അവകാശികളാണ്. ഒരു സമയം വെച്ചിട്ടുണ്ട്, വളർച്ചയിലേക്കാണ്. ആ വളർച്ചയുടെ ദിവസം തക്ക സമയത്ത് അവന്റെ ബലമുള്ള കരുത്ത് കീഴ് താണിരിക്കുന്നവർക്ക് അവൻ ഉയർച്ച നൽകുക തന്നെ ചെയ്യും. ശത്രു ജയിക്കുകയില്ല. ശത്രുവിനെ ജയിക്കാനുള്ള ബലം തന്റെ ജനത്തോടു കൂടെ ഉള്ളവനുണ്ട്. കർത്താവിന്റെ ബലവും സങ്കേതവും ആത്മരക്ഷയുമവനല്ലോ. കർത്താവിന്റെ ബലവും സങ്കേതവും ആത്മരക്ഷയുമവനല്ലോ. പ്രാർത്ഥിക്കാം. കുട്ടികളെ കൊടുക്കാം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, കർത്താവേ, ഞങ്ങൾ കർത്താവിന്റെ അടുക്കിലേക്ക് വന്ന് കർത്താവ് ഞങ്ങളെ സഹായിച്ച് നടത്തി. കർത്താവെ, ഞങ്ങൾ ദൈവത്തിന്റെ മക്കളായി തീർന്നതാണ്. കർത്താവ് ഞങ്ങളെ കൊണ്ടുവന്നതാണ്. ഞങ്ങൾ അവകാശികളാണ്. എന്നാൽ ഇന്ന് ഞങ്ങൾ അനുഭവിക്കുന്ന വേദനകളും കഷ്ടതകളും എന്റെ കർത്താവ് അറിയാതിരിക്കുന്നില്ല. ഇന്ന് അതിനൊക്കെയും പരിപൂർണമായ ഒരു വിടുതലും ആശ്വാസവും ഞങ്ങൾക്ക് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണം. തിരുനാം മഹത്വമെടുക്കുവാറാകട്ടെ. അഗ്നിജ്വാലയ്ക്കത്തുള്ള കണ്ണുള്ളവൻ ഞങ്ങളോട് ഇടപെടുമാറാകണം. തിരുനാം മഹത്വമെടുക്കുവാറാകണം. തൃക്കരങ്ങളിലേക്ക് താഴ്ത്തുന്ന യേശുവേ, കരുണ തോന്നുമാറാകണമേ, കൃപ ചെയ്യുമാറാകണമേ. കർത്താവേ, അവരുങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവ് സന്നിധിയിലേക്ക് പ്രാർത്ഥനാ വിഷയങ്ങളുമായി സമർപ്പിച്ചിട്ടുള്ള ഏവരെയും കർത്താവ് സന്ദർശിച്ച് അനുഗ്രഹിക്കണം. അതിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു, ഭവനത്തിനു വേണ്ടി പ്രാർത്ഥിക്കുന്നു. ശേഷാൽ ദൈവമേ, തെർസയുടെ ദൈവമേ, യേശുവേ, ആ പാട്ടിന്റെ വിഷയത്തിൽ കർത്താവെ അവർ നിലവിട്ട് പ്രവർത്തിക്കണം. ദൈവം അതൊരു അതിശയ വിഷയമാക്കി തരണം. ദൈവം നാമം മഹത്വമെടുക്കണം. അനേകർക്ക് കർത്താവിന്റെ നാമത്തിൽ അതൊരു പ്രകാശമായി തീരണം. മകൾ കർത്താവെ ദൈവത്തിന്റെ കരത്താൽ ഉപയോഗിക്കപ്പെടണം എന്ന് നാം മഹത്വം എടുക്കുമാറാകട്ടെ. കർത്താവെ, യേശുവെ,
നാഥാ, കർത്താവിലേക്ക് മുഖഭവനത്തിന് വേണ്ടി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ഭവനത്തെ കർത്താവ് കാണണം. ദൈവമേ, കർത്താവേ, യേശുവേ, ഉണ്ണിയുടെ വിഷയത്തിന് വേണ്ടി പ്രാർത്ഥിക്കുന്നു. ദൈവമേ, ഓപ്പറേഷന്റെ വിഷയത്തിന് വേണ്ടി കർത്താവിന്റെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ദൈവം ഇടപെടുമാറാകട്ടെ. കർത്താവിന്റെ ആത്മാവിനെ